ജി സുധാകരനും CPM-ഉം തമ്മിലുള്ള വാക്പോരുകൾ കഴിഞ്ഞ കുറെ കാലമായി കേരള രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച ചർച്ചാ വിഷയമാണ്. CPM-ൽ നിന്ന് അകലുകയും സ്വതന്ത്ര നിലപാടുകളിലേക്ക് നീങ്ങുകയും ചെയ്തത് മുതൽ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾക്കും നയങ്ങൾക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി സുധാകരൻ നിരന്തരം രംഗത്തെത്താറുണ്ട്. തിരിച്ചും ആവശ്യത്തിന് പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് മറുപടികൾ കിട്ടാറുമുണ്ട്. എന്നാൽ CPM-നെ തളയ്ക്കാൻ സുധാകരൻ ഉപകരിക്കുമെന്ന് കരുതി തുടക്കത്തിൽ അദ്ദേഹത്തെ കയ്യിലെടുക്കാൻ ശ്രമിച്ച UDF-നും കോൺഗ്രസിനും ഇപ്പോൾ ഈ തലവേദനയൊന്നും വേണ്ടായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. മുൻപ് പിണറായി വിജയനെതിരെ സുധാകരൻ വിമർശനം ഉന്നയിച്ചപ്പോൾ ആവേശത്തോടെ കൈയടിച്ച കോൺഗ്രസുകാരെ വേദിയിൽ വെച്ചു തന്നെ തിരുത്തിയ ചരിത്രം സുധാകരനുണ്ട്. ഞാൻ നിങ്ങളുടെ ആളല്ല, തനിക്ക് വേണ്ടി കൈയടിക്കാൻ കോൺഗ്രസുകാർ വരേണ്ടതില്ല എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം. തനിക്ക് രാഷ്ട്രീയത്തിൽ ആരെയും വിമർശിക്കാം, അതിന് പ്രത്യേക ലൈസൻസ് ഒന്നും വേണ്ടെന്ന അഹങ്കാരമല്ല, മറിച്ച് തന്റെ അപാരമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അക്കാര്യം കോൺഗ്രസുകാർക്ക് ഇപ്പോൾ പൂർണ്ണമായും ബോധ്യമായി കാണും. അതിലെ ഏറ്റവും പുതിയ സംഭവമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി കോൺഗ്രസിനെതിരെ സുധാകരൻ ആഞ്ഞടിച്ചത്. തനിക്കെതിരെ CPM കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടെന്നാണ് സുധാകരന്റെ പുതിയ കണ്ടുപിടുത്തം. ചെന്നിത്തലയുടെ പാർട്ടി ആലപ്പുഴയിൽ CPM-ലെ ചിലരുമായുള്ള കൂട്ടുകച്ചവടം അവസാനിപ്പിക്കണമെന്ന ഉപദേശവും വേദിയിൽ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. ആലപ്പുഴ നഗരസഭയിലെ LDF കൗൺസിലർമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി. നഗരസഭയിൽ തനിക്ക് നേരെ പ്രതിഷേധമുണ്ടാകുമെന്നറിഞ്ഞിട്ടും പോലീസ് തന്നെ വിവരമറിയിച്ചില്ലെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തുന്നു. ചെന്നിത്തലയോട് തനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന മട്ടിലായിരുന്നു ആക്രമണം. ഇത്രയും വേണമായിരുന്നു എന്ന് വേദിയിലിരുന്ന ചെന്നിത്തല പോലും ഒരു നിമിഷം ആത്മകഥം ചെയ്തിട്ടുണ്ടാകണം. കൂട്ടുകച്ചവടത്തിന്റെ തെളിവുകൾ കയ്യിലുണ്ടെന്നും ഇത് രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയവും അവസരവാദവും അഴിമതിയുമാണെന്നും MLA കൂടിയായ സുധാകരൻ വാദിക്കുന്നു. എന്നാൽ അവസരവാദം എന്ന വാക്ക് ആരുടെ വായിൽ നിന്നാണ് വരുന്നതെന്ന് കേൾക്കുന്ന പൊതുജനം പുഞ്ചിരിയോടെ മാത്രമായിരിക്കും നോക്കിക്കാണുന്നത്. സംഭവം ഇതാണ്. MLA-മാർക്ക് സ്വീകരണത്തിനുള്ള ചടങ്ങിലേക്ക് സുധാകരൻ പോയി. കുറെ നേരം കാത്തിരുന്നിട്ടും ആരും വന്നില്ല. പകരം പ്രതിഷേധവുമായി CPM-കാർ അവിടെയുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല. തനിക്കെതിരെ പ്ലക്കാർഡ് പിടിച്ചവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയില്ല. പോലീസിനും മുനിസിപ്പൽ ചെയർപേഴ്സണും കോൺഗ്രസുകാർക്കും പ്രതിഷേധമുണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ടും ഒന്നും ചെയ്തില്ലെന്നും ആ വിവരം തന്നെ അറിയിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് വീഴ്ച വരുത്തിയെന്നുമാണ് പരാതി. എന്നാൽ പരസ്യമായ ഒരു വാക്പോരിലേക്ക് പോകാമായിരുന്ന ഈ വിഷമവൃത്തത്തെ അങ്ങേയറ്റം സമാധാനപരമായും രാഷ്ട്രീയ പക്വതയോടെയും നേരിടാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു. അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്താതെ സുധാകരന്റെ സ്വഭാവത്തെ സൗമ്യമായി തുറന്നു കാട്ടുകയാണ് ചെന്നിത്തല ചെയ്തത്. നിഷ്കളങ്കനായ വ്യക്തിയായതിനാലാണ് സുധാകരൻ ഇങ്ങനെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. അതായത് മനസ്സിലൊന്ന് വെച്ച് പുറത്തു മറ്റൊന്ന് പറയില്ലെന്നർത്ഥം. ഒപ്പം CPM-കാരോട് രണ്ട് വാക്കും. സുധാകരൻ എവിടെ പോയാലും അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കണമെന്നൊരു കൊച്ചുപദേശം. കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവായതിനാലാണ് സ്വതന്ത്രനായി മത്സരിച്ചിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതെന്നും ആ ജനവിധി മാനിക്കണമെന്നും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും രമേശ് ചെന്നിത്തല പറയുമ്പോഴും പ്രവർത്തകർക്ക് അഭിപ്രായം മറ്റൊന്നാകാനാണ് സാധ്യത. ആലപ്പുഴയിൽ സുധാകരനും CPM-ഉം തമ്മിൽ നടക്കുന്നത് ഒരു പ്രാദേശിക വിഷയമാണെന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. ഒരു പക്ഷേ ഇത് തന്നെയാണ് അക്കാര്യത്തിൽ CPM നേതൃത്വത്തിന്റെ നിലപാട്. അതിനാൽ തന്നെയാണ് സുധാകരന് മറുപടിയുമായി പ്രാദേശിക നേതാക്കൾ മാത്രം രംഗത്ത് വരാറുള്ളത്. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യം ജി സുധാകരൻ എന്ന തങ്ങളുടെ പഴയ പടക്കുതിരയ്ക്ക് CPM ഇപ്പോൾ നൽകുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ജി സുധാകരൻ ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത്? അദ്ദേഹം വർഷങ്ങളോളം പാർട്ടിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഈ പരാമർശങ്ങൾ, അതോ വ്യക്തിപരമായ വിലയിരുത്തലാണോ? ഇതിനെല്ലാം ഇനി വരും ദിവസങ്ങളിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം. ചുരുക്കത്തിൽ CPM-നെ അടിക്കാൻ സുധാകരൻ എന്ന വടി തിരഞ്ഞെടുത്ത കോൺഗ്രസിന് ആ വടി കൊണ്ട് സ്വന്തം പുറത്ത് അടി കിട്ടുന്ന അവസ്ഥയാണിപ്പോൾ. പൊതുച്ചോർ വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം അക്കൂട്ടത്തിൽ പെട്ടതാണ്. ആർക്കെതിരെയും എന്തും പറയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ
ഏതു നിമിഷവും കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തുമെന്ന യാഥാർത്ഥ്യം നേതൃത്വം ഇനിയെങ്കിലും തിരിച്ചറിയുമെന്ന് കരുതാം. ഇന്ന് ചെന്നിത്തല പക്വതയോടെ നേരിട്ടെങ്കിൽ നാളെ മറ്റൊരു നേതാവിന് ഇതിന് കഴിയാതെ വരുന്ന പക്ഷം യുദ്ധം ജി സുധാകരൻ CPM എന്നതിൽ നിന്ന് മാറി സുധാകരൻ കോൺഗ്രസ് എന്ന നിലയിലേക്ക് എത്തിയെന്നും വരാം.